RRBയുടെ ഗ്രൂപ്പ് ഡി NTPC എന്നീ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്കായ നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അരിത്തമെറ്റിക് എന്നുള്ള സെക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതത്? നമ്പർ സിസ്റ്റം. ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റം. അപ്പം നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 10 സിമ്പിൾസ് ഉണ്ട് അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഫോം ചെയ്യാൻ വേണ്ടി നമ്മളെടുക്കുന്ന ഈ 10 സിമ്പിൾസ് ഉണ്ടല്ലോ, ഈ 10 സിമ്പിൾസിനെയാണ് നമ്മൾ ഡിജിറ്റ് എന്ന് വിളിക്കുന്നത്, ഡിജിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ 10 സിമ്പിൾസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിജിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഈ ഡിജിറ്റ്സുകൾ ഉപയോഗിച്ച് നമ്മളൊരു നമ്പർ മേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറൽസ്. മനസ്സിലായോ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ന്യൂമറൽസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു നമ്പർ എഴുതുകയാണ്. ഇങ്ങനെ ഒരു നമ്പർ എഴുതി. ഓക്കെ, നോക്കിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റ്സ് 4 ഡിജിറ്റ്സ് ചേർത്ത് നമ്മളൊരു നമ്പർ എഴുതി. ഈ നമ്പറിലെ ഓരോ ഡിജിറ്റ്സ് കിടക്കുന്ന പ്ലേസിനും ഓരോ വാല്യൂ ഉണ്ട് അല്ലേ? 5 കിടക്കുന്നത് 1സിൻ്റെ സ്ഥാനത്താണ്, 6 കിടക്കുന്നത് 10സിൻ്റെ സ്ഥാനത്ത്, 8 കിടക്കുന്നത് 100ൻ്റെ സ്ഥാനത്ത്, 7 കിടക്കുന്നത് 1000ൻ്റെ സ്ഥാനത്ത്. അറിയാമല്ലോ, നമുക്ക് ഓരോ നമ്പേഴ്സും കിടക്കുന്ന പ്ലേസിന് ഓരോ വാല്യൂ ഉള്ളത് നമുക്കറിയാം അല്ലേ? ഇങ്ങനെ മലയാളത്തിൽ പറയാൻ 1, 10, 100, 1000, 10000 അങ്ങനെ അങ്ങ് പോവും. അറിയാമല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേസ് ആൻഡ് പ്ലേസ് വാല്യൂ. ഫേസ് ആൻഡ് പ്ലേസ് വാല്യൂ എല്ലാ എക്സാമുകളിലും PSC ആയിക്കോട്ടെ RRB ആയിക്കോട്ടെ എല്ലാ എക്സാമുകൾക്കും മിക്കുള്ള ചോദ്യമാണ് ഫേസ് വാല്യൂ എന്താണ്, പ്ലേസ് വാല്യൂ എന്താണ്. എന്താണ് ഫേസ് വാല്യൂ? നമുക്കൊരു നമ്പറിനകത്ത് കൂടെ നോക്കാം. ഇതൊരു നമ്പറാണ്. ഈ നമ്പറിനകത്തിൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ഈ നമ്പറിനകത്തിൽ 5ൻ്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ 5ൻ്റെ ഫേസ് വാല്യൂ എന്ത് എന്നായിരിക്കും ചോദ്യം. അപ്പോൾ ഫേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ൻ്റെ ആക്ച്വൽ വില എന്താണ് 5ൻ്റെ വാല്യൂ? 5ൻ്റെ വാല്യൂ എന്താണ്? 5ൻ്റെ വാല്യൂ 5 തന്നെ. ഇനി 3ൻ്റെ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3യുടെ ഫേസ് വാല്യൂ 3 തന്നെ. 2ൻ്റെ ഫേസ് വാല്യൂ 2 തന്നെ. 1ൻ്റെ ഫേസ് വാല്യൂ 1 തന്നെ. 4ൻ്റെ ഫേസ് വാല്യൂ 4 തന്നെ. അപ്പോൾ ഏത് നമ്പറിൻ്റെ ഫേസ് വാല്യൂ ആണോ ചോദിച്ചത് ആ നമ്പർ തന്നെ ആയിരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫേസ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നമ്പർ ആയിക്കോട്ടെ ആ നമ്പർ തന്നെ ആയിരിക്കും അതിൻ്റെ ഫേസ് വാല്യൂ എന്നുള്ളത്. അടുത്തത് പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേസ് വാല്യൂ ആ പേരിനകത്ത് തന്നെ പ്ലേസ്, ഈ നമ്പർ കിടക്കുന്ന പ്ലേസിനെയും കൂടെ നമ്മളവിടെ കൺസിഡർ ചെയ്യും. ഉദാഹരണം, ഈ നമ്പറിനകത്തിൽ നമ്മളിത് ചോദിക്കുകയാണ് 3യുടെ പ്ലേസ് വാല്യൂ എത്രയാണ്, 3ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ 3യെ കൂടാതെ നമ്മൾ ഫേസ് വാല്യൂവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ആ നമ്പറിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ പ്ലേസ് വാല്യൂ ചോദിക്കുമ്പോൾ നമ്മൾ ആ നമ്പറിൻ്റെ കൂടെ ആ നമ്പർ കിടക്കുന്ന പ്ലേസ് ഏതാണോ അതും കൂടെ കൺസിഡർ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഓരോ പ്ലേസിൻ്റെയും വാല്യൂ പഠിച്ചത് അല്ലേ? 1s, 10s, 100, 1000 എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഓരോ ഡിജിറ്റ് കിടക്കുന്നതും ഓരോ പ്ലേസിലാണ്. ആ പ്ലേസിന് ഓരോന്നിനും വാല്യൂ ഉണ്ട്. അതേപോലെ ഇവിടെ 3ൻ്റെ പ്ലേസ് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം 3 കിടക്കുന്ന സ്ഥാനം ഏതാ. നോക്കിയേ, ഇവിടുന്ന് എണ്ണി തുടങ്ങണം. 1s, ഇവിടുന്നാണ് നമ്മൾ പ്ലേസ് എണ്ണി തുടങ്ങാറുള്ളത്. 1s, 10s അല്ലേ? അപ്പം 3 കിടക്കുന്നത് 10ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ നമ്മൾ എഴുതും, എൻ്റെ ആൻസർ എഴുതുന്നത് 3 ഇൻറ്റു 10s എവിടാണോ കിടക്കുന്നത്, അല്ല നമ്പർ എവിടാണോ കിടക്കുന്നത് അതിൻ്റെ പ്ലേസിൻ്റെ വാല്യൂ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. 10ൻ്റെ പ്ലേസിലായതുകൊണ്ട് ഇൻറ്റു 10. അപ്പോൾ ആൻസർ 30. ഇതാണ് 3ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഫേസ് വാല്യൂ എടുക്കുന്നതും പ്ലേസ് വാല്യൂ എടുക്കുന്നതും മനസ്സിലായല്ലോ? വേറൊരു കണക്ക് ചെയ്ത് നോക്കാം.
ഇതിനകത്ത് ചോദിക്കുകയാണ് 7ൻ്റെ ഫേസ് വാല്യൂ എന്താണ്. അപ്പോൾ നമുക്കറിയാം 7ൻ്റെ ഫേസ് വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ ഏതൊരു നമ്പറിൻ്റെയും ഫേസ് വാല്യൂ അത് തന്നെ ആയിരിക്കും. അപ്പോൾ 7ൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. ഇനി 7ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തിൽ എന്തും കൂടെ കൺസിഡർ ചെയ്യുമെന്നാണ് പഠിച്ചത്. 7 കിടക്കുന്ന ഏത് പ്ലേസിലാണോ ആ നമ്പറും കൂടെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം 7 കിടക്കുന്ന പ്ലേസ് 1s 10s 100ൻ്റെ പ്ലേസിലായതുകൊണ്ട് 7 × 100 700. ഇതാണ് അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഒരെണ്ണം കൂടെ നോക്കിയേ, 5ൻ്റെ ഫേസ് വാല്യൂ എന്ത്? 5ൻ്റെ ഫേസ് വാല്യൂ നമുക്കറിയാം. ഏതൊരു നമ്പറിൻ്റെയും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ നമ്പർ തന്നെ ആയിരിക്കും. ഇനി എന്താണ് 5ൻ്റെ പ്ലേസ് വാല്യൂ? എന്തായിരിക്കും പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്? പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 കിടക്കുന്ന പ്ലേസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പം 5 × പ്ലേസ് വാല്യൂ നോക്കി എവിടെ കിടക്കുന്ന 1000ൻ്റെ സ്ഥാനത്ത് = 5000. മനസ്സിലായി? ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫറൻസ് ഇൻ ദ പ്ലേസ് വാല്യൂസ് ഓഫ് ബോത്ത് ദ 6s in 964362 ഈസ്. ഈ നമ്പറിനകത്തിൽ 2 6 നമുക്ക് കാണാം അല്ലേ? ആ നമ്പർ ഒന്നും കൂടെ എടുത്ത് എഴുതുകയാണ്. ഈ നമ്പറിനകത്തിൽ 2 6 നമുക്ക് കാണാം. ആ 2 6ൻ്റെയും പ്ലേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. 2 6ൻ്റെയും പ്ലേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 6ൻ്റെയും പ്ലേസ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. ഇത് ഒന്നാമത്തെ 6, ഇത് രണ്ടാമത്തെ 6 അല്ലേ? അപ്പോൾ ഒന്നാമത്തെ 6ൻ്റെ പ്ലേസ് വാല്യൂ എന്തായിരിക്കും? ഒന്നാമത്തെ 6ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 6 × ആ നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അത് കിടക്കുന്ന പ്ലേസിനെ കൺസിഡർ ചെയ്യണം. ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? 1s 10s 100 1000 10,000. അപ്പം 6 × 10,000 = 60,000. ഓക്കെ. ഇനി രണ്ടാമത്തെ 6 കിടക്കുന്നതിന് എടുക്കണം. രണ്ടാമത്തെ 6 എവിടെ കിടക്കുന്നത്? 6 × ഏതിൻ്റെ സ്ഥാനത്താണ്? 10ൻ്റെ സ്ഥാനത്ത്. 6 × 10 60. അപ്പോൾ നോക്കി, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 60,000 - 6 60 എത്ര കിട്ടും നോക്കിയേ? ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ദ സം ഓഫ് പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ഓഫ് 7 in 97582 ഈസ്. ഈ നമ്പറിനകത്തിൽ 7ൻ്റെ ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും തമ്മിലുള്ള സമ്മ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ 7ൻ്റെ ഫേസ് വാല്യൂ എന്താണെന്ന് നോക്കാം. എന്താണ് 7ൻ്റെ ഫേസ് വാല്യൂ? ഏതൊരു നമ്പറിൻ്റെ ഫേസ് വാല്യൂ ആ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ 7ൻ്റെ ഫേസ് വാല്യൂ 7 തന്നെ. ഇനി 7ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ് പ്ലേസ് വാല്യൂ എന്ന് കണ്ടുപിടിക്കാനുള്ളത്? ആ നമ്പർ കൺസിഡർ ചെയ്യണം. അതിൻ്റെ കൂടെ എന്തും ചെയ്യണം? 7ൻ്റെ പ്ലേസ് വാല്യൂ ചോദിക്കുമ്പോൾ 7ഉം അത് കിടക്കുന്ന പ്ലേസും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. നോക്കിയേ, 7 കിടക്കുന്ന ഏത് പ്ലേസിലാണ്? 2, ഇത് 1s 10s 100 1000. അപ്പോൾ × 1000. ആൻസർ 7000. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? ഇത് തമ്മിലുള്ള സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവും തമ്മിലുള്ള എത്രയാണെന്ന് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും സമ്മ്? നോക്കിയേ, 7000 + 7 എത്ര കിട്ടും? 7007. മനസ്സിലായല്ലോ. അപ്പോൾ ഫേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഏത് നമ്പറിൻ്റെ ഫേസ് വാല്യൂ ആണോ ചോദിക്കുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും ഫേസ് വാല്യൂ എന്നുള്ളത്. ഇനി പ്ലേസ് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? അത് കിടക്കുന്ന പ്ലേസിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ പാർട്ടിൽ ഫേസ് വാല്യൂയും പ്ലേസ് വാല്യൂയും നല്ല വ്യക്തമായിട്ട് മനസ്സിലായല്ലോ.